എല്ലാവർക്കും നമസ്കാരം. ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിസാസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യണം. റെഗുലറായിട്ട് എല്ലാ അപ്ഡേറ്റ്സും കിട്ടാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്നുള്ള ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോ നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. സവോള 2 എണ്ണം വലുത് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പച്ചമുളക് 4 എണ്ണം, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 10 അല്ലി വെളുത്തുള്ളി നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തത്, തക്കാളി 1 എണ്ണം മീഡിയം സൈസിലുള്ളത്, ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുക്കണം. കറിവേപ്പില 2-3 തണ്ട്, കുറച്ച് ഫ്രഷ് മല്ലിയില, കാശ്മീരി ചില്ലി പൗഡർ 1.5 ടേബിൾ സ്പൂൺ, ഹോട്ട് ചില്ലി പൗഡർ 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ചിക്കൻ മസാല 2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഏലക്ക ക്രഷ് ചെയ്തെടുത്തത് 1/2 ടീസ്പൂൺ, കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, ബട്ടർ 1 ടേബിൾ സ്പൂൺ, തൈര് 1 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, വെളിച്ചെണ്ണ പാകത്തിന്. ഇനി നമുക്കിതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞിട്ടുള്ള നല്ല കട്ട തൈരാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലോട്ട് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. നമ്മളിപ്പോൾ ചേർക്കുന്നത് എരിവ് കൂടിയിട്ടുള്ള മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നമ്മളിപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സാക്കി എടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഈ ചേർത്ത പൊടികളെല്ലാം നന്നായിട്ട് എത്തണം. അതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഇതിനെ ഇതുപോലെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരിക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 5 മണിക്കൂറോളം ഇതിനെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് അരമണിക്കൂർ നമ്മൾ പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചർ ആയിട്ടുണ്ട്. നമുക്ക് സമയം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതിനെ ഫ്രീസറിൽ വെച്ച ശേഷം 10 മിനിറ്റ് പുറത്തെടുത്ത് റൂം ടെമ്പറേച്ചറിലാക്കിയതിന് ശേഷം ഫ്രൈ ആക്കി എടുക്കാം. ഇതിപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്, തണുപ്പൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. കൂടുതൽ സമയം മാരിനേഷന് ശേഷം ഒരു 5-6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ ഫ്രൈയിങ് പാൻ ആയതുകൊണ്ട് നമ്മുടെ 1 കിലോ ചിക്കൻ ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. എണ്ണ നന്നായി ചൂടായതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മീഡിയം ഹീറ്റിലാക്കിയിട്ട് 2 വശവും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ്റെ 1 സൈഡ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് 2 വശവും ഒരുപോലെ നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് മുഴുവൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. 2 വശവും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ പീസൊക്കെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഇതിനെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരുപാട് മൊരിയിച്ച് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ ചിക്കൻ മുഴുവനും നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഫ്രൈ ആക്കിയെടുത്ത ചിക്കൻ മുഴുവനും എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ പീസും എണ്ണയിലേക്ക് മാറ്റാം. ചിക്കൻ മുഴുവനും ഫ്രൈ ആക്കിയതിന് ശേഷം ഞാൻ ആ ബാലൻസ് എണ്ണ ഒന്ന് അരിച്ചിട്ട് അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ഒരു പാനിലേക്കാക്കി സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണ ഇപ്പോൾ വീണ്ടും നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ആദ്യമേ ഒന്ന് ഇട്ട് കൊടുക്കാം. സവോള ഈ ഒരു രീതിയിൽ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. നമുക്കിനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് മുമ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് മിക്സാക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ സവോള വാട്ടുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്നത് വരെ ആദ്യമേ സവോളയൊന്ന് വഴറ്റിയെടുക്കാം. സവോള ഇപ്പോൾ നന്നായിട്ട് വഴന്ന് ഇതൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചി, അരിഞ്ഞെടുത്ത വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴറ്റിയെടുത്താൽ മതിയാകും. സവോളയൊന്നും ഒരുപാട് മൊരിഞ്ഞു പോകണ്ട. ഇനി നമുക്കിതിനെ ലോ ഹീറ്റിലേക്ക് മാറ്റാം. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതായത് എരിവ് കുറഞ്ഞ് നിറം കൂടുതലുള്ള മുളക് പൊടി ചേർക്കാം. ഇത് നമ്മൾ കളറിനായിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. നമ്മൾ ഈ ഒരു റെസിപ്പിയിലേക്ക് മല്ലിപ്പൊടി ചേർക്കുന്നില്ല. ഇനി ഈ പൊടികളുടെ ഒരു പച്ചക്കുത്തൊന്ന് മാറി വരുന്നത് വരെ ലോ ഹീറ്റിലിട്ടിട്ട് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റാം. ഇടവിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഒരുപാട് ഇത് ഡ്രൈ ആയിട്ട് തോന്നുവാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇപ്പം നമ്മളൊരു 2 മിനിറ്റോളം ഇതിനെ വഴറ്റി പൊടികളുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. മിക്സാക്കി കൊടുക്കാം. കറിവേപ്പില നമ്മൾ ആദ്യമേ ചേർത്ത് വഴറ്റിയാൽ അത് വല്ലാതെ മൂത്തിട്ട് കറിവേപ്പിലയുടെ ആ ഒരു കളറ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരു ഇടത്തരം വലിപ്പത്തിലുള്ള തക്കാളി ഒട്ടും വെള്ളം ചേർക്കാതെ മിക്സിയിലൊന്ന് അരച്ചെടുത്തതാണ്. ആ ടൊമാറ്റോ പ്യൂരി ഇതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ലോ ഹീറ്റിലിട്ടിട്ട് ഈ തക്കാളിയുടെ ഉള്ളിലെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഇതുപോലെ ഇടവിട്ട് മിക്സാക്കി കൊടുത്തുകൊണ്ട് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ സോയാ സോസ് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നൽകുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ അത് മിസ്സാവാതെ തീർച്ചയായിട്ടും ചേർക്കണം. സോയാ സോസ് ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. സോയാ സോസ് ചേർത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസാണ്. ഇനി ഇതെല്ലാം ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. നമ്മളിപ്പോൾ 1 കിലോ ചിക്കൻ മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അതനുസരിച്ച് നമ്മൾ ചേർത്തിരിക്കുന്ന മസാലപ്പൊടികളും ആ 1 കിലോ ചിക്കൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ 2 കിലോ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവും അതനുസരിച്ച് കൂട്ടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഇതിനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഈ ചിക്കൻ ഈ മസാലയിൽ കിടന്ന് ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. അതിന് ശേഷം വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതിൽ 1 ടേബിൾ സ്പൂൺ നമ്മൾ മാരിനേഷൻ സമയത്ത് ചേർത്തു. ബാക്കി 1 ടേബിൾ സ്പൂൺ ഈ സമയത്ത് ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്തല്ല, ഇത് ലോ ഹീറ്റിൽ തന്നെ വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 മിനിറ്റ് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് നമ്മളിതിനെ വഴറ്റി. ഇനി നമുക്ക് ഇതിലോട്ട് നന്നായിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മൾ ചിക്കന് വഴറ്റിയെടുക്കുന്ന ആ സമയത്ത് തന്നെ ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കുക. ഇപ്പോൾ ഞാനൊരു 1 കപ്പ് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. നമ്മളെപ്പോഴും ഇതുപോലെ ചിക്കനിലോട്ട് കറിയിലോട്ടൊക്കെ വെള്ളം ചേർക്കുന്നത് ചൂടുവെള്ളമായിരിക്കണം. തണുത്ത വെള്ളം ഒഴിച്ചാൽ കറിയുടെ ടേസ്റ്റിന് മാറ്റം വരും. ഇനി നമുക്കിതിനെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അടപ്പ് മാറ്റാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് മസാലയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടെ വെള്ളമുണ്ട്. അപ്പോൾ ഇത്രയും വേണ്ട. നമ്മളൊരു റോസ്റ്റായിട്ടാണ് ചെയ്യുന്നത്. മസാലയൊക്കെ ചിക്കൻ പീസിലേക്ക് നന്നായിട്ട് പുരണ്ടിരിക്കുന്ന ആ ഒരു രീതിയിലാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമുക്കിതിനെ ലോ ഹീറ്റിൽ നന്നായിട്ടൊന്ന് ഡ്രൈ ആകാനായിട്ട് വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത ഏലക്ക ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. കണ്ടില്ലേ, നമ്മുടെ ചിക്കൻ കറി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതേപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടത്. ഇനി ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവ് കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഈ സമയത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉപ്പ് എരിവൊക്കെ കറക്റ്റാണ്.
ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് മലയില കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മലയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതിയാവും. നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിനെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് അപ്പം, ചപ്പാത്തി, ചോറ്, പൊറോട്ട ഇതിൻ്റെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ നല്ല ടേസ്റ്റുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും അതുപോലെ നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.